മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊച്ചി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KJ മാക്സിയുടെ പൊതുപര്യടനം ആരംഭിച്ചു. കൊച്ചി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KJ മാക്സിയുടെ പൊതുപര്യടനം ആരംഭിച്ചു. കളത്രയിൽ നിന്നാണ് പൊതുപര്യടനം ആരംഭിച്ചത്. പൊതുപര്യടനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുതിരക്കൂർക്കരി, കൈതവേലി, കാട്ടിപ്പറമ്പ്, വേളാങ്കണ്ണി, മൂർത്തി അമ്പലം, ചെറിയകടവ്, വാട്ടർ ടാങ്ക്, കണ്ണമാലി, ലക്ഷം വീട് നഗർ, റീത്താലയം, സ്കൂൾ ജംഗ്ഷൻ, കണ്ടക്കടവ്, കാർത്തിയാനി ക്ഷേത്രം, മറവക്കാട്, വേളാങ്കണ്ണി ബസാർ, മുതുകുപുറം, ഗൊണ്ടുപറമ്പ്, കമ്മരിപ്പടി, തിയേറ്റർ സൗത്ത് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി മാളികപ്പറമ്പിൽ സമാപിച്ചു. കാൽനൂറ്റാണ്ട് അധികാരത്തിൽ ഇരുന്നിട്ടും UDFന് ചെല്ലാനത്തിനായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും മാക്സി വന്നതിന് ശേഷമാണ് മാറ്റമുണ്ടായതെന്നും വാട്ടർ ടാങ്ക് സ്വീകരണ കേന്ദ്രത്തിലെത്തിയ കാട്ടുപറമ്പിൽ പുഷ്പി ജോയി പറഞ്ഞു. ചെല്ലാനത്തിന്റെ കണ്ണീരൊപ്പിയ ജനനായകൻ എന്ന മുദ്രാവാക്യത്തോടെയാണ് നാട്ടുകാർ KJ മാക്സിയെ സ്വീകരിച്ചത്. കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് മാക്സിയെ കാത്തുനിന്നത്. സ്ത്രീകളും കുട്ടികളും കൂട്ടത്തോടെ എത്തിയത് സ്വീകരണ കേന്ദ്രങ്ങളിൽ ആവേശം പകർന്നു. ചെല്ലാനത്തിന്റെ തീരം സംരക്ഷിച്ച ഇടത് സർക്കാർ വിജയിച്ച് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ തീരപ്രദേശത്തിന്റെ കണ്ണീരൊപ്പിയ മാക്സിയും നിയമസഭയിൽ ഉണ്ടാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. PS രാജം, MK അബ്ദുൽ ജലീൽ, PA പീറ്റർ, KP ശെൽവൻ, VC ബിജു, ആന്റണി ശീലൻ, KB സലാം, മേരി ഹർഷ, എലിസബത്ത് CC, ജോൺസൺ വള്ളനാട്ട്, A അഫ്സൽ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. രാവിലെ BOT പാലം ഫിഷ് ലാൻഡിംഗ് സെന്റർ സന്ദർശിച്ച് പര്യടനം നടത്തി. ആര്യകാട് ശ്രീരാമക്ഷേത്രത്തിലെ പാൽപ്പൊങ്കാലയിലും പങ്കുചേർന്നു. തുടർന്ന് കൊച്ചങ്ങാടി, ചുള്ളിക്കൽ, മൂലംപുയി പ്രദേശങ്ങളിൽ ഗൃഹസന്ദർശനം നടത്തി. ഈ പ്രദേശങ്ങളിലെ BMBC നിലവാരത്തിൽ ഉയർത്തിയ റോഡുകൾ ഏറെ പ്രയോജനകരമാണെന്നും മാക്സി തന്നെ തുടരണമെന്നും നാട്ടുകാർ പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം സെന്റ് മേരീസ് കോൺവെന്റ് സന്ദർശിച്ചു. അക്ഷരദീപം പദ്ധതി വഴി സ്കൂളിനെ നൽകിയ സ്ഥാനത്തിന് സ്കൂൾ അധികൃതർ നന്ദി രേഖപ്പെടുത്തി. അവിടെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള പഠന സംവിധാനം ഒരുങ്ങുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നായി ഇതാ ചെല്ലാനത്തെ പുത്തൻതോടിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കുന്നു. ഓരോ മേഖല എടുത്തു നോക്കൂ നിങ്ങൾ. കുമ്പളം ചെല്ലാനത്തെ ആശുപത്രിയുടെ നവീകരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കുകയും അപ്പുറത്ത് മാളികപ്പറമ്പിലുള്ള ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു. കണ്ടക്കടവിലെ ആശുപത്രി നിർമ്മാണത്തിനുള്ള നടപടികളുമായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതികൾ ഈ ചെല്ലാനം പഞ്ചായത്തിൽ ഉൾപ്പെടെ നടപ്പിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. അത് കേരളത്തിന്റെ ഓരോ ദിവസങ്ങളും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയോടെ കാണുമ്പോൾ നമുക്ക് അതുകൊണ്ട് പാവപ്പെട്ടവരെയും എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന പിണറായി ഗവൺമെന്റ് മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സമ്മതിദാന അവകാശം എന്ന് പറയുന്നത് ഈ വരുന്ന 9-ാം തീയതി, ഏപ്രിൽ മാസം 9-ാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ സമ്മതിദാന അവകാശം ചുറ്റിക, അരിവാൾ, നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ്. കേരള ഗവൺമെന്റ് LDFന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്ന സഖാവ് KJ മാക്സിയുടെ നിരന്തരമായ ഇടപെടൽ മൂലം നമ്മുടെ ഈ ദേശത്ത് തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് കണ്ണമാലിയിൽ ടെട്രോപാഡ് ആദ്യഘട്ടം പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2ാം ഘട്ടം കണ്ണമാലി തുടങ്ങി ബീച്ച് റോഡ് വരെ 2ാം ഘട്ടം പണി പൂർത്തീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം ഇവിടെ നമ്മുടെ MLAയും LDF ഗവൺമെന്റും ചെയ്ത നല്ല കാര്യങ്ങൾ നമുക്കറിയാം. പ്രിയപുത്രൻ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ കേരളത്തിന്റെ വികസനത്തിനായി മുന്നോട്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും അതിനെയെല്ലാം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കേരളത്തിലെ ഐക്യമില്ലാത്ത ഐക്യമുന്നണി നേതാക്കൾ പ്രവർത്തിക്കുമ്പോഴും ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോയി കേരളത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ തങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കിക്കൊണ്ട് തന്നെയാണ് വീണ്ടും 3ാമതൊരു അവസരം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് ചോദിക്കുന്നത്. വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് എന്നാരും ധരിക്കണ്ട. ഈ കൊച്ചിയുടെ ഈ കടലോര മേഖലയായ ഈ ചെല്ലാനത്തെ ചേർത്ത് പിടിക്കുവാൻ ഈ കാലഘട്ടത്തിനിടയിൽ
കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന, വർഷങ്ങളായി നാം അനുഭവിക്കുന്ന ഈ കടൽ കയറ്റമെന്ന പ്രതിഭാസത്തെ നമുക്ക് രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തില് നമ്മുടെ കുട്ടികളെ മാറോടടുക്കി പിടിച്ചുകൊണ്ട് നിലാവിനെ നോക്കി നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ്, വീർപ്പടക്കിക്കൊണ്ട്. അങ്ങനെ കിടന്ന് ഏത് സമയത്താണ് ഈ കടലെടുത്ത് നമ്മൾ പോകുന്നത് എന്നറിയാൻ കഴിയാത്ത വിധത്തിൽ ഭയപ്പാടോടുകൂടി ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എത്തിച്ചേരും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അല്ലാതെ ഓരോ മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ അല്ലാതെ എങ്ങനെയാണ് കേരളീയ ജനതയ്ക്ക് വിജയിപ്പിക്കാനാവുക എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഒരിക്കലും ബഹുജനങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് തിരിഞ്ഞൊന്ന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഈ കേരളത്തിൽ വിത്തുപാകിയും വെള്ളമൊഴിച്ചും വളർത്തിയും പടർത്തിയും പന്തലിപ്പിച്ചും കോടി രൂപ ഒരു നാടിന്റെ സംരക്ഷണത്തിനായി മാറ്റിവെച്ചത് KJ മാക്സിയുടെ ഇടപെടലിന്റെ ഭാഗമാണെന്ന് കാണാൻ വേണ്ടി കഴിയും. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു. എല്ലാ രംഗത്തും ഈ കൊച്ചി എന്ന് പറയുന്ന നാട് ഒരു മുന്നേറ്റത്തിന്റെ നാടായി മാറിയിരിക്കുന്നു. നമ്മുടെ വീടുകളിലുള്ളവർക്കുള്ള പെൻഷന്റെ വിഷയങ്ങളെല്ലാം ഈ കൊച്ചി മണ്ഡലത്തിലെ എല്ലാവരും അതിന്റെ ഭാഗമായി മാറി എന്നുള്ളതാണ് പ്രത്യേകത. സാധാരണക്കാരന് അവന്റെ ജീവിതം ദൈനംദിനം ഏറ്റവും സുഗമവും സമാധാനവും സന്തോഷപരവുമായി ജീവിച്ചു തീർക്കുന്നതിനുള്ള എല്ലാ ഉപാധിയും ഇന്ന് നമുക്ക് ഈ മണ്ഡലത്തിൽ കാണാൻ കഴിയും. അതിലേറ്റവും വലിയ ഒരു വിഷയം നാം നിൽക്കുന്നിടത്തുനിന്നും ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് ഉള്ള കടൽഭിത്തി നിർമ്മാണം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ 10 വർഷക്കാലത്തിന് മുമ്പ് ഈ പ്രദേശത്ത് MLA ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നു, അനുബന്ധ ഇവിടെ നിന്നും വിജയിച്ചു പോയ മന്ത്രി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.